കാര്യമാണ്. മുസ്ലിങ്ങളുടെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണ്ട. അവർക്ക് സ്വന്തമായി ഒരു കാലിൽ നിൽക്കാൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ആകെ അട്ടിപ്പിറവകാശം ഏറ്റെടുക്കണ്ട. അതുകൂടെ പറയാം. ഇവിടെ മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ആകെ മുസ്ലിങ്ങളുടെ സംഘടനകൾ പ്രചരണം കൊടുക്കണ്ട. ഇവിടെ പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരു നേതാവ് ഉണ്ടോ എന്ന ചോദ്യം. ഇവിടെ ഈ രാജ്യത്തിന്റെ ചരിത്രം MSFന് സ്റ്റേറ്റ് പ്രസിഡന്റ് അറിയില്ലേ? കോൺഗ്രസിനെ മാറ്റി നിർത്തി BJP എല്ലാ സർക്കാർ വന്നിട്ടില്ലേ? ഈ രാജ്യത്തുണ്ടായിട്ടില്ലേ? എന്താ 40 സീറ്റുള്ള കോൺഗ്രസ് ഈ രാജ്യമാകെ പടർന്ന് പന്തലിച്ച് കിടക്കാനുള്ള ധാരണ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. 20% വോട്ടുണ്ട് അവർക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? കൊടിയുടെ കാര്യം നിലപാട് കൃത്യമായി പറയണം. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടി പച്ച പതാക മാത്രം പ്രശ്നമാകുന്നു? മുസ്ലിം ലീഗിന്റെ മുമ്പിൽ മുസ്ലിം എന്ന പേരുണ്ട്. കോൺഗ്രസിനാണ് ഇസ്ലാമോഫോബിയ. അതാണ് പ്രശ്നം. RSSനെ ജയിക്കാൻ വേണ്ടി, തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കാൻ വേണ്ടി മൃദു ഹിന്ദുത്വം ഏറ്റെടുത്ത് നടത്തുന്നു. നിലപാട് പറയണം. നിലപാട് പറഞ്ഞ് മതനിരപേക്ഷയുടെ തറയിൽ ഉറച്ചു നിന്നാണ് RSSനെ എതിരിടേണ്ടത്. ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞാൻ ഗിരീഷിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പറഞ്ഞല്ലോ. രാജ്യം മുഴുവൻ സംസ്ഥാനത്തേക്ക് വരുമ്പോ കാസ്റ്റ് സെൻസസിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്താ? ഒരു ദിവസം തുടങ്ങി നടത്തേണ്ട CPM പറഞ്ഞോ? CPM എങ്ങനെയാ കൊടുത്ത? സുപ്രീം കോടതിയിൽ കൊടുത്തത് എന്താ? സുപ്രീം കോടതിയിൽ പറഞ്ഞത് കേന്ദ്രമാണ് നടത്തേണ്ടത് എന്നാണ്. പക്ഷെ സുപ്രീം കോടതിയിൽ ഉത്തരവിൽ സംസ്ഥാനത്തിന് തീരുമാനിക്കാം. ബീഹാർ അത് ചെയ്തു, പ്രമേയം പാസാക്കി. പ്രമേയത്തിലുണ്ടല്ലോ സാർ. കുറ്റം പറയുമ്പോൾ ജാതി സെൻസസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് അഫ്സൽ. നിലപാട് ജാതി സെൻസസ് നടത്തണമെന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനല്ല. അത് ഇന്നും ഇന്നലെയുമുള്ള നിലപാടല്ല. ഇന്നും ഇന്നലെയുള്ള നിലപാടല്ല. കേരളത്തിലും ജാതി സെൻസസ് നടത്തും. ഇവിടെ നവാസിന് ഒരുപാട് സമയം കൊടുത്തല്ലോ. ഞാൻ പറയട്ടെ, ജാതി വിഷയവും മതവിഷയവും ഒന്നും കേരളത്തിലെ പോലെ അല്ലല്ലോ പുറത്തുള്ളത്. കേരളമാണോ പുറത്ത് ഇന്ത്യ? കേരളത്തിലെ ജാതീയതയാണോ പുറത്തുള്ളത്? കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിൽ എന്താണ് ജാതീയത? എന്താണ് അവസ്ഥ? അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞ് കേരളത്തിൽ കെടാവിളക്കിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ പറഞ്ഞ എന്താ? കെടാവിളക്ക് പദ്ധതി കൊണ്ടുവന്നത് പ്രശ്നമാണോ? BJP സർക്കാർ ഗിരീഷിലേക്ക് പോകണം. എനിക്ക് ഒരു അതിഥിയെ കൂടി ക്ഷണിക്കാനുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ മണ്ഡലത്തിലേക്ക് പറഞ്ഞു. ലീഗുകാർ പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയാൽ കീഴടങ്ങുന്നവരല്ലോട്ടെ. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കോ. നിങ്ങൾക്ക് അങ്ങനെ പല അത് തന്നെ പറയുന്നത്. BJP സർക്കാർ നിർത്തലാക്കിയ കെടാവിളക്ക് പദ്ധതി ഇവിടെ നടപ്പിലാക്കി. ഒരു നിമിഷം.